ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നല്ലൊരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അധികം ഓയിലൊന്നും യൂസ് ചെയ്യാതെ നമുക്ക് ഇഫ്താറിന് റെഡിയാക്കി എടുക്കാൻ പറ്റിയ നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. 2-3 മുട്ടയും 2 ക്യാരറ്റും ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു പോളയുടെ റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണണേ. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോകാം. ആദ്യം ഒരു പാൻ നന്നായിട്ട് ചൂടാക്കി അതിലോട്ട് 1-2 ടേബിൾ സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കുക. അത് നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് ഒരു 3/4 കപ്പോളം തേങ്ങ ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. തേങ്ങ അത്യാവശ്യം ഒന്ന് വഴണ്ട് വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് ഒരു 1/2 കപ്പ് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. വലിയ ക്യാരറ്റ് ആണെങ്കിൽ 1 മതി, ചെറുതാണെങ്കിൽ 2 എടുക്കുക. എന്നിട്ട് അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് അത് ഗ്രേറ്റ് ചെയ്തിട്ടാണ് ചേർത്തിട്ടുള്ളത്. അതും കൂടി ചേർത്തിട്ട് നമുക്ക് ഈ തേങ്ങ ഇതും കൂടി നന്നായിട്ട് മിക്സാക്കി നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ക്യാരറ്റ് ജസ്റ്റ് ഒന്ന് കുക്കായി ഒന്ന് സോഫ്റ്റായി വരുന്നത് വരെ വഴറ്റിയെടുക്കാം. ഇതും അത്യാവശ്യം ഒന്ന് വഴണ്ട് വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് മധുരത്തിനായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്ത ശേഷം പിന്നെ ഇത് വീണ്ടും ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് നമുക്ക് ഒന്ന് പഞ്ചസാര ഒന്ന് മെൽറ്റ് ആകുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാം. പഞ്ചസാര ഒന്ന് മെൽറ്റ് ആയതിനു ശേഷം പിന്നെ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒന്ന് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഒരു മിക്സിയുടെ ജാറിലോട്ട് ഒരു 3 മുട്ട പൊട്ടിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ നല്ലൊരു ഫ്ലേവറിനും സ്മെല്ലിനൊക്കെ വേണ്ടിയിട്ട് 2-3 ഏലക്കായ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ നിറയെ മൈദ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലോട്ട് വേണ്ടത് നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിട്ടുള്ള തേങ്ങയുടെയും ക്യാരറ്റിൻ്റെയും മിക്സിൽ നിന്ന് ഒരു 2-3 ടേബിൾ സ്പൂൺ ആ മിക്സിൻ്റെ ഒരു ഭാഗം മാത്രം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. എന്നിട്ട് അതിനെ ഒരു ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അതിനൊരു ബൗളിലോട്ട് ഒഴിച്ചതിന് ശേഷം പിന്നെ ബാക്കിയുള്ള ആ തേങ്ങയുടെയും ക്യാരറ്റിൻ്റെയും മിക്സ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സാക്കി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. അതിനുശേഷം നമുക്കിത് റെഡിയാക്കാനായിട്ട് സോസ് പാൻ നന്നായിട്ട് ചൂടാക്കി അതിലോട്ട് നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മിക്സ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ല ലോ ഫ്ലെയിമിലിടുക. മിക്സ് ചേർത്ത് ഒന്ന് ലെവൽ ചെയ്തെടുത്ത ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സോ നട്ട്സോ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുക്കുക. ഇപ്പം ഞാനിവിടെ അണ്ടിപ്പരിപ്പും മുന്തിരിയാണ് വെച്ചിട്ടുള്ളത്. എന്നിട്ട് ഇതിനെ നമുക്ക് അടച്ച് വെച്ച് നല്ല ലോ ഫ്ലെയിമിൽ ഒരു 10-15 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരു വശം നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്കൊന്ന് തിരിച്ചിട്ടിട്ട് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. 2-3 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. അങ്ങനെ കുക്ക് ചെയ്തെടുത്ത സംഭവം റെഡി ആയിട്ടുണ്ട്. അപ്പം നല്ല ടേസ്റ്റ് സിമ്പിളായിട്ടുള്ള ഒരു ക്യാരറ്റ് പോളയുടെ റെസിപ്പിയാണിത്. അപ്പോൾ ഇത്തവണ ഇഫ്താറിന് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇഫ്താറിന് റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഒരുപാട് സ്നാക്സിൻ്റെ റെസിപ്പി മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരും ആവശ്യമുള്ളവരും ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടു വെക്കുക. എന്നിട്ട് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും ബൈ.